നമ്മളിപ്പോൾ ഈ മേഘ എന്ന് പറയുന്നൊരു ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ, അതിൻ്റെ ഒരു ആത്മഹത്യ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അത് മറ്റൊരു IB-യിൽ തന്നെ ഉദ്യോഗസ്ഥനായിരുന്ന സുഗാന്തുമായിട്ട് ഒന്നിച്ച് താമസമായിരുന്നു, ലിവിങ് ടുഗദറായിരുന്നു. അതെ. അപ്പോൾ നമ്മളിന്ന് മാധ്യമങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നതാണ് ഏറ്റവും പരിഷ്കൃതമായ ഒരു സംഗതി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പം യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ട് വരികയും ചെയ്യുന്നതാണ്. പക്ഷേ ഈ ലിവിങ് ടുഗദറിൽ പല സംഗതിയും കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ സഹജീവനം എന്ന് പറയുന്ന സംഗതി ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ലിവിങ് ടുഗദർ അല്ലാതായി മാറുന്നു. ഈ മാറുന്ന ഘട്ടത്തിനെ നേരിടുന്നതിന് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിക്ടിംസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇരകളായി മാറുന്നത് പലപ്പോഴും പെൺകുട്ടികളാണ്. ഇവിടെയും ഈ മേഘയുടെ സംഭവത്തിലും ഒരു ഇരയുടെ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗതികേടിൻ്റെ അവസ്ഥയിലേക്ക് മാറിയത് മേഘയാണ്. ഇതിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടികളാണ് അനുഭവിക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്നാളൊരു ചാനലിൽ ഒരു വാർത്ത കാണുകയുണ്ടായി. വളരെ പ്രോഗ്രസീവായിട്ടൊരു വാർത്ത എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഒരു ഹൗസിംഗ് കോളനിയിൽ ഒരു വിവാഹിതരല്ലാത്ത ഒരു യുവതിയും ഒരു യുവാവും കൂടെ ചെന്നു. അവർ താമസിക്കാൻ അനുവദിച്ചില്ല. അത് ആ ഹൗസിംഗ് കോളനിയുടെ അസോസിയേഷൻ്റെ ഭാരവാഹികളെ ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ റിപ്പോർട്ടിങ്ങും മാറി. പക്ഷെ ഒരു ഹൗസിംഗ് കോളനി ആകുമ്പോൾ അവിടെ ചില നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ വേണ്ടി വരുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംഗതി, ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ടും പുരോഗമനപരമായിട്ടും സമൂഹത്തിൽ ഇത് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും മാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ സംഭാഷണങ്ങളുടെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു റിയാലിറ്റി ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമായി മാറുന്നു. ഇത് നമ്മുടെ നാട്ടിലെ ഈ കുടുംബം എന്ന നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ കൊണ്ട്. അത് സ്ത്രീക്കും പുരുഷനും തുല്യ പങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ് ദാമ്പത്യ ജീവിതം. അതിൽ പക്ഷേ ഇത്ര കാലവും കൂടുതൽ സഫർ ചെയ്തിട്ടുള്ളത് സ്ത്രീകളാണ്. സ്ത്രീ അത് വർക്ക് ചെയ്യുന്ന സ്ത്രീ ആയാലും അല്ലെങ്കിൽ ഹോം മേക്കർ ആയാലും അവർക്കാണ് കൂടുതൽ സഫറിങ്സ്. അപ്പോൾ ഹോം മേക്കർ ആണെങ്കിൽ അവർ ഏണിംഗ് മെമ്പർ അല്ലാത്തതുകൊണ്ട് ഇതെല്ലാം സഹിക്കാൻ ബാധ്യസ്ഥയാണെന്നുള്ള അർത്ഥത്തിൽ കൂടുതൽ അടിച്ചമർത്തപ്പെടുകയും ഒരു ഭർത്താവിൻ്റെ വിനീത സേവകയായി ആജീവനാന്തം കഴിയേണ്ടി വരികയും തകഴിയൊക്കെ അതേപ്പറ്റി ചെറുകഥയൊക്കെ എഴുതി. അത് ഭയങ്കര തീവ്രമായൊരു ചെറുകഥ തകഴി എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് മാറിയിട്ടാണ് ഇപ്പോൾ ഈ ലിവിങ് ടുഗദർ, ഫോർമൽ മാരേജ്, ഒരു സെറമോണിയസ് മാരേജോ ഇല്ലേ അറേഞ്ച്ഡ് ആയാലോ ലവ് അഫെയറിലൂടെ വന്നതായാലോ കൂടാതെ തന്നെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനുമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിന് ഇഷ്ടം പോലെ ഒരു ഒന്നിച്ച് ജീവിക്കാം. നിയമപരമായ സാധ്യതയുണ്ട്. അതിന് അവർ തമ്മിലുള്ള ഒരു ധാരണ മാത്രം മതി. അതെ. ആ അർത്ഥത്തിൽ ഒരു രജിസ്റ്റർ മാരേജിൻ്റെ രേഖയുടെ പോലും പശ്ചാത്തലമില്ലാതെ ഒന്നിച്ച് കഴിയാം. അതാണ് ഉഭയജീവിത സങ്കല്പം വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പം പ്രത്യേകിച്ചും നമ്മുടെ നാഗരിക ജീവിതത്തിലാണ് ഇത് കൂടുതൽ കാണുന്നത്. അതിലെന്ത് തെറ്റ് എന്ന്. അതുകൊണ്ട് പോലീസുകാർ ഇമ്മോറൽ ട്രാഫിക് ആക്ട് ആൻഡ് വിമൺ ആൻഡ് ഗേൾസ് ആക്ട് എന്നുള്ള പിന്നെ ആക്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ അതും അമെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ്. സുപ്രീം കോടതി വിധിയുണ്ടായിരുന്നു. അവരെ ഉപദ്രവിക്കരുത്. അപ്പോൾ മോറൽ പോലീസിങ്ങിനും അതൊരു പ്രതിസന്ധിയായിരിക്കുന്നു. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ സമൂഹം ഇതൊരു പുരോഗമനമായിട്ടും ഇതൊരു വളർച്ചയുടെ ആദ്യഘട്ടമായിട്ടും കുടുംബത്തിൽ ജനാധിപത്യം വരാൻ തുടങ്ങി എന്നതിന് ഉള്ള ലക്ഷണമായിട്ടും പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഇപ്പം താങ്കൾ സൂചിപ്പിച്ച മേഘയുടെ ദുരന്തം. മേഘ എന്ന പെൺകുട്ടി അവരുടെ സഹപ്രവർത്തകനായിരുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഒന്നിച്ച് ജീവിക്കാനും ജീവിത പങ്കാളികളാകാനും തീരുമാനിച്ചു. പക്ഷേ അത് സൗകര്യപൂർവ്വം അയാൾ ദുരുപയോഗിക്കുകയായിരുന്നു എന്ന് അവസാനം മനസ്സിലാക്കുകയും അവൾ ചതിക്കപ്പെടുകയും ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ അവൾ അയാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി സ്വയം നശിപ്പിച്ചു. അപ്പോൾ ഇതാണ് കേസ്. അപ്പോൾ അയാൾ അവളുടെ ആത്മഹത്യയുടെ പ്രേരണ കുറ്റവും പിന്നീട് അന്വേഷിച്ച് വന്നപ്പോൾ അവൾ ഒരു തവണ എങ്കിലും പിന്നെ ഗർഭഛിദ്രത്തിന് വിധേയമായിട്ടുണ്ടെന്നും
അതിനുള്ള തെളിവുകൾ അവരുടെ രക്ഷകർത്താക്കൾ സംഘടിപ്പിക്കുകയും അതെ അതെ ഇപ്പോൾ പീഡനങ്ങൾക്കും കൂടി അയാളുടെ പേരിൽ ചാർജ് കൊടുക്കാവുന്ന തരത്തിൽ പോലീസ് അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരനെ. പറഞ്ഞ് വഞ്ചന മാത്രമല്ല പീഡനവും ഉണ്ട്. അപ്പോൾ ഈ ലിവിങ് ടുഗദർ എന്ന വ്യവസ്ഥയുടെ ഒരു ദുരന്തമാണോ ഇത്? അതാണ് അതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകതയുണ്ട്. കാരണം ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ടുള്ള സംഗതിയാണ് ലിവിങ് ടുഗദർ എന്ന് പറയുന്നത്. അവർ ആ സ്വാതന്ത്ര്യത്തിലേക്ക് അവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്നു. പക്ഷേ അവർ ലിവിങ് ടുഗദർ എന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് ഭയങ്കരമായ സംഘർഷത്തിലേക്കും ഈ പറയുന്നത് പോലെ ലൈംഗിക ചൂഷണത്തിൻ്റെ കേസ് വരുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനി കോടതിക്ക് പോലും ഇനി പുനഃപരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇത് വരികയാണ് ചെയ്യുന്നത്. കാരണം ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഓർഡറാണ്. അതെ, ആ സൊസൈറ്റിയുടെ ഓർഡറിനെ നിലനിർത്തുന്ന ചില ഫണ്ടമെൻ്റൽസ് ഉണ്ട്. ആ ഫണ്ടമെൻ്റൽസ് പലപ്പോഴും ബാധിക്കാൻ അത് പാലിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ലിവിങ് ടുഗദറിൽ ഒരു കുട്ടി ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നാളെ ഒരു ലിവിങ് ടുഗദർ ഇപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ കൊട്ടിഘോഷിക്കപ്പെട്ട ലിവിങ് ടുഗദേഴ്സിൽ പല ആൾക്കാരും ഒന്നിച്ച് അവർ വേർപിരിഞ്ഞ് ജീവിക്കുന്ന കാണാൻ പറ്റും. പക്ഷേ ഈ കുട്ടികളുടെ അവസ്ഥ അവിടെ വിസ്മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം ആരെടുക്കും? സ്റ്റേറ്റ് ഏറ്റെടുക്കും. യൂറോപ്പിലാണ് സ്റ്റേറ്റ് ഏറ്റെടുക്കും. ഇപ്പം നമുക്ക് അതിനുള്ള സംവിധാനം ഇപ്പം ചില അപൂർവം ചില സെൻറ്റേഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനെ ഉദ്ദേശിച്ചുള്ള സംഗതികളല്ല ഉള്ളത്. അപ്പോൾ ഇത് കേരളത്തിൽ ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഏറ്റവും പുതിയ ഒരു നോവലിൻ്റെ കണ്ടൻറ്റ് പിന്നെ മനസ്സിലാക്കാനിടയായി. അതിങ്ങനെയാണ്, ഈ കോവിഡ് കാലത്ത് 2 മലയാളി യുവാക്കൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും വിവാഹിതരായി, ഫോർമലി വിവാഹിതരായി. കോവിഡ് കാലമായതുകൊണ്ട് വേണ്ടത്ര ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും അതിൽ പങ്കെടുത്തില്ല. അന്ന് മിനിമം 20 പേരെന്നൊക്കെ നിയന്ത്രണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പങ്കെടുത്തതുകൊണ്ട് കോവിഡ് മാറിയപ്പോൾ ഇവരുടെ 2 വീട്ടുകാരുടെയും രക്ഷകർത്താക്കൾ ഇത് സെറമോണിയസ് ആക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം വിളിച്ചു, എല്ലാവരെയും ഫോർമലായിട്ട് ക്ഷണിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിച്ചേരാനും അവിടെ വെച്ച് ഇവർ നേരത്തെ വിവാഹിതരായതുകൊണ്ട് ഒരു ചടങ്ങിന് വേണ്ടി ഒരു സ്റ്റേജിൽ ഒരു പിന്നെ മാലയിടാനും ഒക്കെ ഒരുങ്ങി നിൽക്കെ ആ സ്റ്റേജിൽ നിന്ന് ഇവർ അതുവരെ അണിഞ്ഞിരുന്ന മോതിരം പരസ്പരം തിരിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഡിവോഴ്സ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രേമലേപനം എന്ന പേരിൽ ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവലിൻ്റെ കണ്ടൻറ്റാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ. അല്ല, അതാണ് ഇതിനകത്ത് വിഷയം. ഈ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുക. എനിക്ക് തോന്നുന്നു ഈ മനുഷ്യരാശി ഉണ്ടായി നാൾ മുതൽ ഇനി അവസാനിക്കുന്ന നാൾ വരെ ഉണ്ടാകുന്ന ഏക വിഷയം മനുഷ്യൻ നേരിടുന്ന ഈ ലിവിങ് ടുഗദർ ആയിരിക്കും. അതെ, അത് ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, കാമുകനും കാമുകി ആയിക്കോട്ടെ, അച്ഛനും അമ്മ ആയിക്കോട്ടെ, കുട്ടികളും ആയിക്കോട്ടെ, 2 സമൂഹങ്ങളായിക്കോട്ടെ, 2 മതങ്ങളായിക്കോട്ടെ, 2 രാജ്യങ്ങളായിക്കോട്ടെ, ഈ ലിവിങ് ടുഗദർ തന്നെയാണ് അടിസ്ഥാന വിഷയം. എന്തുകൊണ്ട് ഈ ലിവിങ് ടുഗദർ സാധ്യമാകാത്ത ഒരു സാഹചര്യത്തിലേക്ക് 2 വ്യക്തികൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇതിനകത്തുള്ളൊരു കാതലായ വിഷയം എന്ന് പറയുന്നത്. ഈ കുടുംബങ്ങൾ നേരിടുന്ന നമ്മുടെ കുടുംബ സംവിധാനം പോലും ഇന്ന് ഒരു തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നതിൻ്റെ ഒരു സംഗതി ഈ ലിവിങ് ടുഗദർ എന്നുള്ള സംഗതി എങ്ങനെയാണ് ഇത് സാധ്യമാക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ആ കാമ്പ് അറിയാതെ വരുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്. അത് കുട്ടികൾ മച്ചുവേർഡ് ആകുന്നില്ല, ജീവിതത്തെ ഫേസ് ചെയ്യുവാനും ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നേരിടാനുള്ള അറിവ് ഇവർക്ക് ലഭിക്കുന്നില്ല. അത് പ്രായം കൊണ്ട് ലഭിക്കേണ്ടതല്ല, അനുഭവം കൊണ്ടും അവരുടെ വിദ്യാഭ്യാസം കൊണ്ടും ആർജിതവും നൈസർഗികവുമായി ഉണ്ടാകേണ്ട ചില ഗുണങ്ങളുണ്ട്. അതൊന്നും ലഭിക്കാതെ ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം സാധിച്ചു കൊടുക്കുന്നത് രക്ഷകർത്താക്കളാണ് ഉത്തരവാദികൾ. പ്രധാനമായും കുടുംബത്തിൽ നിന്ന് ആ പാഠം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് വളരെ ബ്രില്യൻ്റായ കുട്ടികൾ പോലും അവസാനം ഈ കാറ്റിൽ പോയി വീണ് നശിച്ചു. ഏറ്റവും വിദ്യാസമ്പന്നരായ അങ്ങേയറ്റം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് കൂടുതൽ ചാടി വീഴുന്നത്. അതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 1-2 മക്കളുള്ള കുട്ടികളുടെ അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയൊരു തീരുമാനം പോലും എടുക്കാനുള്ള ശേഷിയില്ലാതെ വരുന്നു. അതെ അതെ അതെ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം പറയുകയാണ്. മാർക്കറ്റിൽ പോയിട്ട് എല്ലാ ദിവസവും അവർ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന യുവാവാണ്. അദ്ദേഹത്തിന് മാർക്കറ്റിൽ പോയിട്ട് ഇന്ന മീൻ വാങ്ങിക്കണം എന്നുള്ളത് വീട്ടിൽ വിളിച്ച് ചോദിച്ച് വീഡിയോ കോൾ കാണിച്ചു കൊടുക്കാതെ വാങ്ങിക്കാൻ പറ്റുന്നില്ല.
അതിന് പല ഘടകങ്ങളാണ്. ഒന്നുകിൽ അവന് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അതല്ല എങ്കിൽ അവൻ വാങ്ങിച്ചുകൊണ്ട് ചെല്ലുന്ന മീൻ ശരിയായില്ല, ഇന്നതല്ല വേണ്ടിയിരുന്ന ഞാൻ കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് ഈ ലിവിങ് ടുഗദർ ഇഷ്യൂ തന്നെയാണ്. ഒരു ക്ലൂ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു ഗാഡ്ജറ്റ്, ഒരു മൊബൈൽ ഫോൺ വേണ്ട, വീട്ടിലൊരു ചെറിയൊരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ ഉണ്ടാവും. ആ യൂസർ മാനുവൽ നോക്കിയാൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഗതിയാണ് ഈ മനുഷ്യനെന്ന് പറയുന്നത്. അതിന് മാത്രം യൂസർ മാനുവലില്ല. അപ്പോൾ ഒരു യൂസർ മാനുവലിൻ്റെ അഭാവമാണ്. അത് എവിടെ നിന്ന് സാംശീകരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ വ്യക്തിയും നേരിടേണ്ട വെല്ലുവിളിയാണ്. കാരണം ഇന്നത്തെ ലോകത്തിൽ രക്ഷിതാക്കളിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഒന്നും കിട്ടാൻ നിവൃത്തിയില്ല. അത് ഒരു പ്രായപൂർത്തിയാവുന്ന സമയത്ത് സ്വയം ഉള്ള അന്വേഷണത്തിലൂടെ നേടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഒരു പോംവഴിയായിട്ട് വർത്തമാനകാല സമൂഹത്തിന് മുമ്പിൽ ഉള്ളൂ എന്നുള്ളതാണ്. ജഗ്ഗി വാസുദേവന് ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നിക്ക് ഇതാണെന്ന് പറയും. അതെ അതെ അതെ, പുള്ളിയുടെ സാധനം അത് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നോവൽ MS ബനേഷ് എഴുതിയതാണ്. ബനേഷിൻ്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.